അസ്സലാമു അലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര നിന്ന് മുസ്ലിയാരങ്ങാടി റോഡിൽ വരുമ്പോൾ നാരേക്കാവ് അങ്ങാടി നിന്ന് ആകെ ഇതിലേക്ക് 1/2 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വഴിദൂരം. മദ്രസ്, പള്ളി, ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളൂ, വഴിദൂരമുള്ളൂ. എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനം, സ്കൂളിലേക്കൊക്കെ നല്ല അതിമനോഹരമായ ഒരു 5.5 സെന്റിൽ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വഴിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. റോഡ് ഇങ്ങനെ ഇതിൽ നമുക്ക് വീട്ടിലേക്ക് വലിയ വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ വീടിന്റെ വലതു ഭാഗത്തന്നെ നല്ല അടിപൊളി മാവ് നോക്കിക്കളി. ഏതാ മാങ്ങ! ഏത് ആളുകൾ ആഗ്രഹിക്കുന്നത് നല്ല വീടാണോ, അതിൽ വെള്ള സൗകര്യമുണ്ടോ എല്ലാം നോക്കും. ഇടതു ഭാഗത്ത് വെള്ളം എല്ലാം സൂപ്പർ, നല്ല നോക്കി എന്താ വെള്ളം, സൂപ്പർ വെള്ളാണ്. ഇത് ഏയിന്റെ റിങ് അല്ലേ, ഏയിന്റെ റിങ് ആണ്. പിന്നെ ഇതിനെ ചുറ്റും നമുക്ക് കൃഷികളൊക്കെ ചെയ്യാൻ 2 തടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ആക്കിയിടാൻ പറ്റിയ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യമാണ്, നമുക്ക് വണ്ടികൾ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട്. ഞാൻ നേരെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. മുകൾ ഭാഗത്ത് സീറ്റൊക്കെ ഇട്ട് നമുക്ക് വെള്ളം തിണ്ടിലേക്ക് തെറിക്കാത്ത രൂപത്തിൽ നല്ല വൃത്തിയാക്കി നല്ലൊരു വീടാണ്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാങ്ങൾക്ക് അത്യാവശ്യം നല്ല വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാനും നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറുതായിട്ടൊരു കണ്ടോ, ഇത്ര ഒരു കേസ് കട്ടിങ് ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോരുമ്പോൾ വലതു ഭാഗത്തെ ഫസ്റ്റത്തെ റൂമുകൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുപ്പം തന്നെ റൂം, നല്ല അത്യാവശ്യം വിശാലമായ നല്ലൊരു റൂം തന്നെ. അതിമ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്തിന്റെ വർക്ക് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളിപ്പോൾ എടുക്കാൻ, ഇനിയൊരു വീട് വ്യക്തി എടുക്കുകയാണെങ്കിൽ അവർക്കൊന്ന് പെയിന്റ് അടിച്ച് അടി പണിയൊക്കെ ഒന്ന് എടുത്ത് ഹാളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ കാണാം എൽ മോഡലാണ് ഹാള്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ്. അങ്ങനെ 2ാമത്തെ റൂമിലേക്ക് ഞാൻ പോകുന്നത്. 2ാമത്തെ റൂമും ആ ഫസ്റ്റ് കണ്ട റൂമിനെക്കാട്ടും ഒന്ന് ചെറുതായിട്ട് ഒരു വ്യത്യാസമുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വലുപ്പമുള്ള ഒരു 12, ഏകദേശം 12, 11 അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന റൂം കൂടിയാണ്. അങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടിപ്പണി ഇതിലെടുക്കാനുണ്ട്. പിന്നെ അതേമാതിരി മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ വർക്ക്, നമ്മൾ സർഫത്തിന്റെ വർക്ക് ഇതിലെടുക്കേണ്ടത്. കോമൺ ബാത്റൂം ഇതിലുണ്ട്. അതിലൊരാളുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കണില്ല. അങ്ങനെ 2 റൂം കണ്ട് 3ാമത്തെ റൂമിലേക്ക് എല്ലാം അത്യാവശ്യം വലുപ്പം തന്നെ റൂമുണ്ട് കേട്ടോ. റൂം പറ്റ കുഞ്ഞി ചെറിയ റൂമല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി അടിപ്പണി അതേമാതിരി ആ മുകൾക്കുള്ള സ്റ്റെയർ കേസിന്റെ വർക്ക് ഒന്നെടുത്താൽ മതി. ബാക്കിയുള്ള പണികളൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണി നമുക്കൊന്ന് തേച്ച് അത് പെയിന്റ് അടിച്ചാൽ മാത്രം മതി. ഞാൻ നേരെ അടുക്കള കിച്ചണിലേക്ക് വന്നപ്പോൾ വിശാലത, അതാണ് അടുക്കള കിച്ചണിന്റെ ഏറ്റവും പ്രത്യേകത. എന്നൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് ടിന്നുകൾ ഇട്ടേക്കാനും റാക്കുകൾ നമുക്ക് വലിപ്പം മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഫ്രിഡ്ജ് ഒരു ക്യാപ്പിൽ തന്നെ കണ്ടോ, ഒരാളെ ശല്യമില്ലാത്ത രൂപത്തിൽ ഒരു കട്ടിങ്, അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ആലുവ അടുപ്പാണ്, പുകയില്ലാത്ത അടുപ്പ്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് പുക മുഖത്തി വെച്ച് സിമ്മിനി മോഡലൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത് ഒരു ഭാഗത്തും ഒരു സ്ഥലത്തും ടൈലിട്ടിട്ടില്ല. ടൈലിട്ട് നമ്മുടെ മുകൾ ഭാഗത്ത് സിറ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ ടൈലിട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അല്ല, അടുക്കളന്റെ ഇതും ഒന്ന് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ സൈഡ് ഭാഗത്ത് കൂടെ ഒരു വയ്യ പോകുന്നുണ്ട് തോന്നുന്നു. അത്യാവശ്യം നമ്മൾ പുറം ഭാഗത്തോട്ട് വന്നപ്പോൾ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷന്, ഓണം ക്രിസ്തുമസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒരു റമദാനൊക്കെ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാറ്റിലെ നല്ല ഇളം കാറ്റിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊരു ചെറിയൊരു അടുപ്പ് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അലക്കണ കല്ല്, ഏത് മഴക്കാലം വന്നു കഴിഞ്ഞാലും നനവ് അല്ലേ, മഴ കൊള്ളാത്ത രൂപത്തിൽ നമുക്ക് അലക്കാനും നല്ലൊരു കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ഇതിന്റെ നേരെ സീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയ ഒരു ബാത്റൂം, സാധാ ടോയ്ലറ്റാണ്, സാധാ ക്ലോസറ്റാണ്. പിന്നെ അതേമാതിരി ഇതിന്റെ ഇവിടെയും നല്ല വിശാലമായ നല്ല ഒരു ബാത്റൂം, കുടിക്കാനുള്ള ഒരു കുളിമുറി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്ക് സൈഡ് ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഏകദേശം കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 5.5 സെന്റ് സ്ഥലം. പിന്നെ കുട്ടിമാനെ, നമുക്കൊക്കെ എത്ര ലാസ്റ്റ് നമുക്ക് എത്ര കൊടുക്കാറുള്ളത്? ആദ്യം ചങ്ങാര് 10-16 റുപ്യ സാധാരണ കസ്റ്റമറാണ് വരുന്നത്. ഒരു 10-16 റുപ്യ എവിടുന്ന മുളകജാതി പേര കിട്ടണം. ഒക്കത്ത് പൈസ വെച്ചിട്ടല്ലേ വരുന്നത്. ആയിക്കോട്ടെ, 16 റുപ്യ ലെവലും ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എന്തെങ്കിലും സംസാരിച്ചാണ്ട് എന്തെങ്കിലും കുറെ ആവും നോക്കാം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 16 ലക്ഷം രൂപക്കാണ് കൊടുക്കുക അല്ലേ.
ഓക്കെ, വന്നോളൂ, എടുത്തോളൂ.